പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിന് സാരിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സാരിയൊക്കെ ഉടുത്തിട്ട് നമ്മൾ അനിയെ കാണിക്കാൻ വേണ്ടി നമ്മൾ നന്ദു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ നേരെ അനന്തപുരി തറവാടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിന് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ എടുത്തു തന്ന സാരി ഉടുത്തിട്ടൊക്കെ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, എന്തായാലും തൻ്റെ അടുത്ത് നിന്ന് വരാനൊട്ടും മനസ്സ് അനുവദിച്ചിട്ടില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു താൻ സാരി ഉടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആര് കേൾക്കുന്നുണ്ട്, അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഓഹോ ഇവനിക്കിട്ടൊരു മുട്ട പണി കൊടുക്കണമല്ലോ, ഇവന് എനിക്കോ ഇവിടെയുള്ള ആർക്കും ഒരു സാരിയോ കാര്യങ്ങളോ എടുത്ത് തരാതെ ഇവനാണെങ്കിൽ അവൾക്ക് പോയി സാരി എടുത്ത് കൊടുത്തല്ലേ, ഇപ്പോൾ ഇവനിക്ക് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനാമിക നേരെ നമ്മൾ ജാനകി അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ അനാമിക നല്ല അഭിനയിക്കാൻ പിന്നെ ഒട്ടും പുറകിലോട്ടല്ലാത്തതുകൊണ്ട് നമ്മൾ അനാമിക നല്ല അഭിനയിച്ചിട്ട് നമ്മൾ ജാനകി അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ചെന്നിട്ട് പിന്നെ കരച്ചിലൊക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്തിനാ നീ കരയുന്നത്, അനി എന്തെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോന്ന് ചോദിക്കുമ്പം ഇല്ല വഴക്കൊന്നും അല്ല അമ്മേ, അതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, അവന് എനിക്ക് ഇന്നേ വരെ എൻ്റെ ഒരു ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ദിവസം വന്നാൽ പോലും അവൻ എനിക്കൊരു ഡ്രസ്സ് ആവട്ടോ എന്നെ പുറത്തോട്ട് കൊണ്ടുപോകത്തെ ഒന്നുമില്ല, പക്ഷേ അവനാണെങ്കിൽ ആ പെണ്ണിന് സാരി മേടിച്ചു കൊടുത്തെന്ന് പറയുമ്പം അപ്പോൾ ജാനകി ചോദിക്കും ഏത് പെണ്ണിനാന്ന് ചോദിക്കുമ്പം ജാനകി എന്നിട്ട് ചോദിക്കുന്നുണ്ട് നയനയ്ക്കാണോ എന്ന് ചോദിക്കുമ്പം നമ്മൾ അനാമിക പറയുന്നുണ്ട് നയനയ്ക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നല്ലോ, ഇത് നയനയ്ക്കൊന്നും അല്ല ആ നന്ദുവിനാണ് സാരി വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയുവാണ്. ജാനകി പറയും ആർക്ക് നന്ദുവിനോ, ഇവന് എന്താ ഭ്രാന്ത് വല്ലതും ഉണ്ടോ, എല്ലാവരും ഭാര്യയ്ക്കല്ലേ പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്, ഇവനെന്തിനാ നന്ദുവിന് വാങ്ങിച്ചു കൊടുക്കുന്നത്, ഇവന് എത്ര പറഞ്ഞാലും ഇവന് അനുസരണ ഇല്ലല്ലോ, അതെങ്ങനെ അനുസരിക്കാൻ, അവളുടെ ചേച്ചി ഉണ്ടല്ലോ അവളാണല്ലോ എല്ലാത്തിനും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജാനകിയാണെങ്കിൽ നല്ല രീതിയിൽ അനിയടുത്ത് ഇങ്ങനെ ദേഷ്യം നല്ല മനസ്സിൽ ദേഷ്യമായിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അനാമികയടുത്ത് പറയുന്നുണ്ട് ജാനകി എന്തായാലും ഞാൻ അവനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനിയടുത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ജാനകി എന്ന് അനിയടുത്ത് ചോദിക്കുന്നുണ്ട്, നീ മോക്ക് ഓണക്കോടി എടുത്ത് കൊടുത്തോന്ന് ചോദിക്കുമ്പം അനി പറയും ഞാനെന്തിനാ എടുത്ത് കൊടുക്കുന്നത്, അവൾ ആവശ്യത്തിലേറെ ഇവിടെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ടല്ലോ, പിന്നെ ഇനി ഞാനെന്തിനാ എടുത്ത് കൊടുക്കുന്നത്, അത് തന്നെ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് ജാനകി പറയുന്നുണ്ട്, ആ ശരിയാ നിനക്ക് നിൻ്റെ ഭാര്യയ്ക്ക് എടുത്തു കൊടുക്കാനല്ലേ താല്പര്യം ഇല്ലാത്തതുള്ളൂ, നിൻ്റെ കാമുകിക്ക് എടുത്തു കൊടുക്കാൻ നിനക്ക് നല്ല താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മൾ അനിയൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവരിതെങ്ങനെ അറിഞ്ഞത്, അനി ചിന്തിക്കുന്നുണ്ട് ഇനി എന്തായാലും നന്ദു ആരടുത്തെങ്കിലും പറഞ്ഞു, നന്ദു ആരടുത്തും പറയത്തില്ല, എന്തായാലും നയനേട്ടത്തി പോലും അറിയാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവൾ അപാര സംഭവം തന്നെ, ഇവളെ എന്തായാലും ഇവക്കിലെ ചുമരിന് ചെവി എന്ന് പറഞ്ഞ കണക്കാണ് ഇവളെ അവസ്ഥ, ഇവളെ എന്തായാലും നല്ലതുപോലെ ഭയക്കേണ്ടിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജാനകി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ സാരിയുടെ കാര്യം വീണ്ടും ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അനി പറയുന്നുണ്ട് ഏത് സാരി എന്ത് സാരി എന്നൊക്കെ ചോദിച്ചിട്ടും നമ്മൾ അനിയും ഒന്നും അറിയാത്ത കണക്ക് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അനിയാണെങ്കിൽ അത് സമ്മതിച്ച് കൊടുക്കുന്നതുമില്ല. അപ്പം നമ്മൾ അനാമിക പറയുന്നുണ്ട് കള്ളവാമ്മ, ഇവനാണെങ്കിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് സാരിയുടെ കാര്യം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അനി പറയും അല്ലെങ്കിൽ ഞാൻ സാരി എടുത്ത് കൊടുത്തെങ്കിൽ ഇപ്പോൾ അവിടെ അമ്മയ്ക്ക് എന്താ പ്രശ്നം, എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഞാൻ സാരി എടുത്ത് കൊടുക്കും, അതിനിപ്പോൾ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ച് അനിയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനി പറയുന്നുണ്ട് പിന്നെ ഇനി അമ്മ ഇങ്ങനെ ഇവക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ അടുത്തോട്ട് ഓരോ കാര്യത്തിനും വേണ്ടി വരണ്ട, ചിലപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അമ്മയെ തള്ളിക്കളയേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണെങ്കിലും നമ്മളെ ജാനകിക്കാണെങ്കിലും നല്ല സങ്കടവും വരുന്നുണ്ട്, ദേഷ്യവും എല്ലാം കൂടെ വരുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട് നീ എന്തൊക്കെ ഈ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ജാനകിക്കാണെങ്കിൽ പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് പോലെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പം അനി പറയും എന്താ പറഞ്ഞാലും അമ്മയ്ക്ക് ഇതല്ലേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്നൊക്കെ അല്ലേ അമ്മയ്ക്ക് പറയാനുള്ളൂ, ഇനി അനി എന്ത് അമ്മ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല, അതുപോലെ തന്നെ നന്ദുവിനെ സ്വീകരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് അമ്മ ഭീഷണിപ്പെടുത്തിയാലും അതൊന്നും ഞാനിനി വകവയ്ക്കത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. ജാനകി എടുത്ത് അനാമിക പറയുന്നുണ്ട് അമ്മയെ കണ്ടില്ലേ അവൻ്റെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ, അവരെ മനസ്സിലിരിപ്പ് ഇതൊക്കെയാണ്, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനത് കേൾക്കത്തില്ല, അവൻ എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെ അവനെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജാനകി പറയും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെ എൻ്റെ മരുമകൾ നീ മാത്രമാണ്, അവിടെ വേറൊരു ആളെയും ഞാൻ എൻ്റെ മരുമകളായിട്ട് ഞാൻ സ്വീകരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.